ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബിജെപിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും BJP-യോടും അല്ല, രാജീവ് ചന്ദ്രശേഖറിനോടും അല്ല, അമ്മായിയപ്പനോടാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല എന്ന് കെ സുരേന്ദ്രൻ. റിയാസ് പരാതി പറയേണ്ടത് അമ്മായി അച്ഛനോടെന്നും കെ സുരേന്ദ്രൻ. നേരത്തെ വന്നതിൽ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനാണെന്ന് തുറന്നടിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിൻ്റെ പേരാ ശത്രുരാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ, ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. CPM-ന്റെ പാക് പ്രേമം വീണ്ടും പുറത്ത്. കേരളത്തിൽ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ മാറ്റേണ്ടെന്ന് MV ഗോവിന്ദൻ. ശത്രു രാജ്യത്തിന്റെ പേരല്ല പ്രശ്നമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ജനം TV ക്യാമ്പയിനെതിരെയും ഗോവിന്ദൻ. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ശക്തമായി തിരിച്ചടിച്ച് ഭാരതം. പ്രത്യാക്രമണം ഭയന്ന് പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. ജനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ നിർദ്ദേശം. പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ ആവശ്യപ്പെട്ട് ഭാരതം. അന്താരാഷ്ട്ര ഏജൻസികളോട് നടപടി ആവശ്യപ്പെടും. IMF-ന്റെ സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ആവശ്യം. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ. ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ. പ്രകോപന പ്രസ്താവനയുമായി ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ തലവൻ. പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കണമെന്ന ആഹ്വാനം. ചൈനയുമായി സംയുക്ത സൈനിക നീക്കം ആലോചിക്കാമെന്നും ഫസൽ റഹ്മാൻ. വീണ്ടും സൈന്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ലെന്നും ചന്നിയുടെ പരാമർശം. വിമർശനവുമായി BJP. കൊല്ലത്ത് പേവിഷബാധയേറ്റ 7 വയസ്സുകാരിക്ക് പട്ടിക്കടിയേറ്റ ദിവസം തന്നെ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നുവെന്ന അമ്മ. ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പനി ബാധിച്ചത് കയ്യിലെ മുറിവ് ഉണങ്ങി വരുന്നതിനിടെയെന്നും അമ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെ രോഗികൾ മരിച്ചതിൽ ദുരൂഹത. രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചെന്ന ആരോപണം. മരണകാരണം ഓക്സിജൻ ലഭിക്കാതിരുന്നതെന്ന് ബന്ധുക്കൾ. 3 മരണം അപകടത്തിന് മുമ്പെന്ന് ആശുപത്രി അധികൃതർ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ മെഡിക്കൽ കോളേജിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് യോഗം. മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപകടമുണ്ടായ അത്യാഹിത വിഭാഗം ആരോഗ്യമന്ത്രി സന്ദർശിച്ചു. അതേസമയം ആശുപത്രിയുടെ വീഴ്ച മൂലമാണ് മരണമെന്ന ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി.
ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ അല്പസമയം മുൻപ് BJP പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. അതുമാത്രമല്ല, ആരോഗ്യമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് അവിടെ എത്തി സന്ദർശനമെല്ലാം നടത്തിയിട്ടാണ് പോയത്. ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മറ്റ് വിവരങ്ങളും കൂടി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 12:30 കൂടിയിട്ടാണ് യോഗം ആരംഭിച്ചത്. നമുക്ക് തൊട്ട് പിറകിൽ കാണുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാറിന്റെ ക്യാബിനകത്ത് വെച്ചാണ് യോഗം നടക്കുന്നത്. യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനൊപ്പം ജില്ലയിൽ തന്നെയുള്ള മറ്റു മന്ത്രിയായ AK ശശീന്ദ്രനുണ്ട്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടറുണ്ട്, MLA മാർ പങ്കെടുക്കുന്നു, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പുകയുയർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ള സാധാരണ സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിവിധ വകുപ്പ് മേധാവിമാർ വീണ ജോർജിനോട് വിശദീകരിക്കും. ഈ മറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കാഷ്വാലിറ്റി പൂർണ്ണമായിട്ടും ഇവിടെ തന്നെ ഒരു താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജമാക്കണമെന്നൊരാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അരമണിക്കൂറായി യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയുടെ ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷമായിരുന്നു വീണ ജോർജ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ആ സ്ഥലത്ത് ഇപ്പോൾ നടത്തുകയാണ്. ഉന്നതതല യോഗം കഴിഞ്ഞതിന് ശേഷം വിശദമായ കാര്യങ്ങൾ, തീരുമാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പങ്കുവെക്കാം അല്ലെങ്കിൽ അറിയിക്കാമെന്നൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ രാവിലെ മുതൽ തന്നെ ഈ മരണവുമായി മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ ചില ആരോപണങ്ങളുമായൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാർ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംഭവിച്ച മരണത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം അദ്ദേഹം നൽകിയിരുന്നു. പുകയുയർന്നതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല മരണം സംഭവിച്ചത് എന്നൊരു വിശദീകരണമായിരുന്നു അദ്ദേഹം നൽകിയത്. എന്നാൽ ഇന്ന് മരണപ്പെട്ട രണ്ട് ആളുടെ കുടുംബാംഗങ്ങൾ ഒരു വിരുദ്ധാഭിപ്രായമായിട്ട് ആശുപത്രി അധികൃതരുടെയും അവരുടെ പ്രവർത്തനത്തെയും വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഓക്സിജൻ പോലും കിട്ടാതെയാണ് ഗംഗാധരൻ എന്ന് പറയുന്ന കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഗംഗാധരൻ മരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗമായിട്ടുള്ള വ്യക്തി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചതാണ്. അതോടൊപ്പം തന്നെ വയനാട് സ്വദേശിനിയായ നസീറയുടെ മരണത്തിലും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നൊരു ആരോപണം അവരുടെ സഹോദരനായിട്ടുള്ള വ്യക്തി പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് നസീറ മരണപ്പെട്ടത് എന്നൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയും അല്ലെങ്കിൽ തീരുമാനവും ഒക്കെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാവുന്നത്. 2023 മാത്രം പ്രവർത്തനം ആരംഭിച്ച ബ്ലോക്കിലാണ് ഇത്തരത്തിലൊരു അസാധാരണമായ ഒരു സംഭവം ഉണ്ടായത്. ആ ഘട്ടത്തിൽ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിലെ മറ്റ് ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയിരുന്നുവെങ്കിലും ഇവിടെ നിന്നും, അതായത് 6 നിലയിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്, അവിടെയുള്ള മുഴുവൻ രോഗികളെയും മറ്റ് ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജിന്റെ തന്നെ മറ്റു വാർഡുകളിലേക്കൊക്കെ മാറ്റിയിരുന്നു. ഈ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള, അതായത് മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള ആളുകളുടെ ചികിത്സ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് തീരുമാനമൊന്നും ആയില്ല. ആരായിരിക്കും അവരുടെ ചികിത്സാ സഹായം വഹിക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊന്നും തീരുമാനമായിരുന്നില്ല. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായ കാര്യത്തിൽ ആരായിരിക്കും പണം ചെലവഴിക്കുക എന്നതിനെ സംബന്ധിച്ച ചില ആശങ്കകളൊക്കെ പുറത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്കുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയുടെ ഭാഗമാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായ കാഷ്വാലിറ്റിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ പരിസരത്ത് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലീക്കേജ് ഉണ്ടായത്, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നതിന്റെ നിഗമനം, അതിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ഇന്ന് തയ്യാറാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 6 നിലയിലുള്ള കെട്ടിടം, ഈ വിവിധ വകുപ്പുകളുടെ കാര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാറ്റിയത് മൂലമുണ്ടായത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണസജ്ജമായ രീതിയിൽ ഈ ബ്ലോക്ക് തന്നെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നത് വരെ കാത്തിരിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയുള്ള മറ്റൊരു സംവിധാനം കാഷ്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവുമായി BJP പ്രവർത്തകർ നേരത്തെ പ്രിൻസിപ്പാളിനെ വിരോധിച്ചിട്ടുണ്ടായിരുന്നത്. പഴയൊരു കാഷ്വാലിറ്റി ഇവിടെ ഉണ്ട്. ആ കാഷ്വാലിറ്റി എങ്ങനെ പ്രവർത്തന സജ്ജമാക്കാം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പുതിയതായിട്ട് വന്ന കാഷ്വാലിറ്റി എന്ന് പറയുന്നത് 2023 നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അത്യാധുനിക സൗകര്യത്തോടു കൂടി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ PMSSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അവിടെ ലഭ്യമായിരുന്ന സേവനങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ലഭ്യമാകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇത്തരം ആശങ്കകളൊക്കെ നിലനിൽക്കെയാണ് വീണ ജോർജിന്റെ സന്ദർശനം നടക്കുന്നത്. വീണ ജോർജ് പങ്കെടുക്കുന്ന യോഗം എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. വീണ ജോർജിനൊപ്പം AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, വിവിധ MLA മാർ, വിവിധ വകുപ്പ് മേധാവിമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ എന്തായാലും ചർച്ചയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലുൾപ്പെടെ ആരോഗ്യമന്ത്രിയുടെ മറുപടി യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവിക. ശരി,
എന്തായാലും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ എന്തൊക്കെ തീരുമാനങ്ങളാണ് അതിൽ കൈക്കൊള്ളുക എന്നത് വരും മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കും. ഗോകുൽക്ക് വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അസാധാരണ സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അന്വേഷണം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രതികരിച്ചു. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായിരിക്കുന്ന ദുരന്തം സർക്കാർ സൃഷ്ടിയാണ്. സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ അലംഭാവം തുടരുകയാണ്. കേരള നമ്പർ 1 എന്ന് പറയുന്ന മന്ത്രി ഇതിന് മറുപടി പറയണം. കോഴിക്കോട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം. ഏഷ്യയിലെ ഏറ്റവും മികച്ച നിലവാരമുണ്ടായിരുന്ന ആശുപത്രിയിൽ 5 പേർ മരിക്കാനിടയായ സംഭവം ഉണ്ടായത് ഗൗരവതരമാണ്. ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ടില്ല. കോഴിക്കോടുകാരായ മന്ത്രിമാർ പോലും ഇതിൽ ഇടപെട്ടില്ല. അവർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഇടപെടാൻ തയ്യാറായില്ല. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഏത് ബി.ജെ.പി. പ്രസിഡന്റ് വന്നാലും അവരെ പരിഹസിച്ച് വായടപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതൊന്നും വകവച്ചു കൊടുക്കാനാവില്ല. പ്രോട്ടോകോൾ അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വേദിയിൽ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും BJP-യോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. ജനം, തൃശൂർ. കൊല്ലത്തെ 7 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റ സംഭവത്തിൽ പട്ടികടിയേറ്റ ദിവസം തന്നെ കുത്തിവയ്പ് നടത്തിയെന്ന കുട്ടിയുടെ അമ്മ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കയ്യിലെ മുറിവ് ഉണങ്ങി വരുന്നതിനിടയിലാണ് പനി ബാധിക്കുന്നതെന്നും അമ്മ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴുകി അപ്പം തന്നെ ഹെൽത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചു കാര സോപ്പിട്ട് കുറേ കഴുകി അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം പറിച്ച് കളഞ്ഞു. അവിടുന്ന് ഒരു റാബിസ് വാക്സിൻ എടുത്തുകൊണ്ട് നേരെ പുനലൂർ താലൂക്കിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തു. മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു. കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, അമ്മയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അമ്മ പറയുന്നത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, എല്ലാം കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനിടയിൽ മുറിവ് ഉണങ്ങി വന്ന സമയത്താണ് കുട്ടിക്ക് പനി ബാധിക്കുന്നത് എന്ന് തന്നെയാണ്.
ദേവിക, ആദ്യ ഡോസ് മരുന്നുകളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഇനി ഒരു ഡോസ് മാത്രം അവശേഷിക്കുകയാണ് കുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ ശാരീരികമായ അസ്വസ്ഥതയും പനിയും തുടങ്ങുന്നത് അതിനുശേഷമാണ്. അതായത് 28-ാം തീയതി, ഇക്കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ഒരു അസ്വസ്ഥത തുടങ്ങുന്നത്. തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ആണ് അറിയുന്നത് ഇത്തരത്തിൽ പേവിഷബാധ ഉണ്ടായി എന്നറിയുന്നത്. ഇക്കഴിഞ്ഞ 8-ാം തീയതി ഏപ്രിൽ 8-ാം തീയതിയാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. മുറ്റത്തേക്ക് ഓടിയെത്തിയ നായ, തെരുവ് നായ, താറാവിനെ കടിക്കാൻ ശ്രമിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് കണ്ട് കുട്ടി നായയെ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് നായ കുട്ടിയുടെ നേർക്ക് വരികയും വലത് കൈയുടെ മുട്ടിന് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കടിയേറ്റ ഉടൻ തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയതിനു ശേഷം തൊട്ടടുത്തുള്ള വിളക്കുടിയിലുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ പ്രവേശിച്ചു. അവിടെ വെച്ച് തന്നെ ആദ്യത്തെ ഡോസ് മരുന്ന് നൽകി. തുടർന്ന് വൈകുന്നേരം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആന്റി റാബീസ് വാക്സിൻ നൽകുകയും ചെയ്തു. തുടർന്ന് ആണ് ഈ ഘട്ടമായിട്ടുള്ള മരുന്നുകൾ പിന്നീട് നൽകിയത്. പല തീയതികളിലായി നൽകുകയും ചെയ്തു. അതിൻ്റെ അവസാന ഡോസ് തീരാൻ ഈ മാസം 6-ാം തീയതി, മെയ് മാസം 6-ാം തീയതി അവസാന ഡോസ് തീരാനിരിക്കെയാണ് കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവുകയും പനി ഉണ്ടാകുകയും ചെയ്തത്. തുടർന്ന് ആണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കുട്ടി തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ ഓഫീസറും അതോടൊപ്പം തന്നെ SAT സൂപ്രണ്ട് നമ്മളോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ SAT സൂപ്രണ്ട് തന്നെ പറയുന്നത്, അതായത് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് കുട്ടിക്ക് ഈ പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ SATയുടെ സൂപ്രണ്ട് നമ്മളോടൊപ്പം പറയുന്നത്, ഡോക്ടർ ബിന്ദു പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ കൈയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന് മുകളിലോ അല്ലെങ്കിൽ കൈകളിലോ മറ്റ് സ്ഥലങ്ങളിൽ ഞരമ്പിൽ കൊള്ളത്തക്കവണ്ണം ആഴത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ വൈറസ് ഏറ്റവും വേഗത്തിൽ പ്രസരിക്കാൻ കഴിയും. അങ്ങനെ വൈറസ് പ്രസരണം ഏറ്റവും വേഗത്തിലായാൽ അത് ആരോഗ്യനിലയെ ബാധിക്കുന്ന രീതിയിലും ഈ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും കാര്യമില്ല എന്ന നിലയിൽ എത്തും എന്നാണ് ഇപ്പോൾ ഒരു ഡോക്ടർ ബിന്ദു നമ്മളോട് പറയുന്നത്. അവർ SAT സൂപ്രണ്ടാണ്. ബിന്ദു നമ്മളോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ടാകാം ചിലപ്പോൾ ഇത്തരത്തിൽ ഈ ആൻറ്റി വാക്സിൻ എടുത്തിട്ടും, അതായത് വാക്സിൻ്റെ കാര്യക്ഷമമില്ലായ്മയല്ല കുട്ടിക്ക് പേവിഷബാധ ഏൽക്കാൻ കാരണം, ഇത്തരത്തിൽ ആഴത്തിൽ മുറിവേറ്റതാണെന്നാണ് ആകാമെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അതിലൊരു കൃത്യത എന്ന് പറയാൻ, ഈ SAT ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവിൻ്റെ ആഴം കണ്ടെത്താൻ അറിയില്ലായിരുന്നു. എത്രത്തോളം ആഴമുണ്ട് എന്ന് ഡോക്ടർമാർക്ക് അറിയുകയും ചെയ്തില്ല. എന്തായാലും കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള. കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 2-ാം തവണയാണ് ഇത്തരത്തിൽ, ഇപ്പോൾ നിലവിൽ ഒരു മാസത്തിനിടയിൽ 2-ാം തവണയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആൻറ്റി വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. മറ്റൊന്ന് സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു കോഴിക്കോട് ഒരു കുട്ടിക്കാണെങ്കിൽ, ഇത് കൊല്ലത്ത് കുന്നിക്കോടിന് സമീപം വിളക്കുടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള 8 വയസ്സുകാരിക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് പേവിഷബാധ ഏൽക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തത്. ദേവിക. ശരി പ്രശാന്ത്. അതേസമയം കുട്ടിയെ കടിച്ച നായ ചത്തതായി കൊല്ലം വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന പറഞ്ഞു. നായയുടെ കടിയേറ്റതിന് പിന്നാലെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. കൃത്യമായി വാക്സിൻ എടുത്തിരുന്നുവെന്നും റെജീന കൂട്ടിച്ചേർത്തു. ശേഷം പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ ട്രീറ്റ്മെന്റ്, അതിന്റെ വാക്സിൻ പിന്നെ അതാത് ഡേറ്റുകളിൽ തന്നെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവസാനത്തെ ഇഞ്ചക്ഷന്റെ ഡേറ്റ് ആയിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്നൊരു പനി വന്നു. അങ്ങനെ പുനലൂർ കൊണ്ടു ചെന്ന് അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക്, വേറെ ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം SATയിലാണ് ഇപ്പം ആ കുഞ്ഞുള്ളത്. സ്ഥിതി വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തെരുവുനായായിരുന്നു ഇത് വന്ന്, കാരണം ഇത് 2 ദിവസം കഴിഞ്ഞ് അവിടെ ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ പിടിക്കുമായിരുന്നു കുഞ്ഞിനെ. താറാവിനെ പിടിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ കുഞ്ഞിങ്ങോട്ട് വന്നെ താറാവിന്റെ അടുത്തോട്ട് ആ വന്ന ഭാഗത്ത് അവിടെ തന്നെ വെച്ചാണ് കുഞ്ഞു വരുന്നതനുസരിച്ച് ഇത് കുഞ്ഞിനെ കയറി പിടിച്ചത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനാണ് പ്രശ്നമെന്ന് അദ്ദേഹം പരിഹസിച്ചു. നേരത്തെ എത്തുന്ന പ്രവർത്തകരെ കാണാനാണ് താൻ നേരത്തെ എത്തിയത്. പ്രശ്നമുണ്ടെങ്കിൽ മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്തേക്ക്, അതായത് വിഴിഞ്ഞം പോർട്ട് 1991 തുടങ്ങിയ ആ പ്രോജക്റ്റ്
എത്രയോ സർക്കാർ വന്നു, എത്രയോ സർക്കാർ പോയി, സംസ്ഥാന സർക്കാർ വന്നു, സംസ്ഥാന സർക്കാർ പോയി, സെൻട്രൽ ഗവൺമെന്റ് വന്നു, സെൻട്രൽ ഗവൺമെന്റ് പോയി. പക്ഷേ അത് സാക്ഷാത്കാരമായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി. ഇന്നലെ അന്ന് അദ്ദേഹം വന്നു. മൊത്തം ഇന്ത്യയിൽ കേരളത്തിന് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷമായ ഒരു ദിനം കാണുമ്പോൾ ചില, ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം. എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു. എന്തുകൊണ്ട് നേരത്തെ വന്നു? പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, അവരുടെ ഒപ്പം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു. അവിടെ ഒരു 8:45 മറ്റവരെല്ലാം VIP ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞെല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകർ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി. എന്നിട്ട് അവിടെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനിൽ വല്ലാത്ത സങ്കടം. വിഴിഞ്ഞം പദ്ധതി കേന്ദ്രത്തിന്റെ കുഞ്ഞെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ആർക്ക് വേണമെങ്കിലും അവകാശം ഉന്നയിക്കാം. രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നത് വിവാദമാക്കേണ്ട കാര്യമില്ല. നിലമ്പൂരിൽ NDA മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും കല്ലിട്ടതൊരാൾ, നടത്തിയതൊരാൾ എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് പിന്നെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയാണത്. ഭീകരതയ്ക്ക് മാപ്പില്ല. ഭാരതത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകി. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ തെക്കൻ കശ്മീരിൽ തുടരുകയാണ്. അതിനിടയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് BSF പോസ്റ്റുകളിലേക്ക് തുടർച്ചയായ 9ാം ദിവസവും പാക് പട്ടാളം വെടിയുതിർത്തു. ഭാരതത്തിന്റെ മിന്നലാക്രമണം ഏത് സമയവും ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ. ഈ ആശങ്കയിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങളോട് കരുതിയിരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. 2 മാസത്തേക്ക് ആവശ്യമുള്ള വസ്തുക്കളും മരുന്നുകളും സ്വരൂപിച്ചു വെക്കാനാണ് നിർദ്ദേശം. രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങരുത്. കഴിവതും വീട് വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനും പാക് അധീന കാശ്മീരികൾക്ക് നിർദ്ദേശമുണ്ട്. പാക് അധീന കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയും ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ തന്നെ മറ്റു ഒളിത്താവളങ്ങളിലേക്കാണ് ഭീകരരെ മാറ്റിയത്. അതേസമയം തുടർച്ചയായ 9ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഭാരതത്തിന്റെ അതിർത്തി പോസ്റ്റുകളിലേക്ക് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഉറി, കുപ്വാര, അഖ്നൂർ സെക്ടറുകളിലെ BSF ഔട്ട് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. അതിർത്തി രക്ഷാസേന ശക്തമായി തിരിച്ചടിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്ന് BSF വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ബൈസരൻ താഴ്വരയിൽ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്കായി തെക്കൻ കാശ്മീർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാണ്. ചില ഗ്രാമവാസികൾ ഭീകരർക്ക് സഹായം നൽകിയെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളും പുരോഗമിക്കുന്നു. ജനം, ജമ്മു കാശ്മീർ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഭാരതത്തിന്റെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തി പിടിച്ചടക്കണമെന്ന് ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി ഫസലുർ റഹ്മാൻ. ഇക്കാര്യത്തിൽ ചൈനയുമായുള്ള സംയുക്ത സൈനിക നീക്കത്തിനുള്ള ആലോചന ആരംഭിക്കാമെന്നായിരുന്നു പ്രകോപനപരമായ പ്രസ്താവന. ഭാരതത്തിനെതിരായ ചൈനയുടെ ഗൂഢനീക്കങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ് ഫസലുർ റഹ്മാന്റെ പരാമർശം. പഹൽഗാം ഭീകരാക്രമണത്തിന് ചൈന സഹായം നൽകിയെന്ന സംശയം ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമാണ് ALM ഫസലുർ റഹ്മാന്റെ പ്രസ്താവനയോടെ പുറത്തുവരുന്നത്. ഭീകരാക്രമണത്തെ തുടർന്ന് ഉടലെടുത്തിരിക്കുന്ന സാഹചര്യം പാകിസ്ഥാനെ ഭാരതം ആക്രമിക്കുമെന്ന സൂചനകൾ നിലനിർത്തുന്നുണ്ട്. ആക്രമണമുണ്ടായാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അധിനിവേശത്തിലൂടെ കീഴടക്കണമെന്നാണ് ഫസലുർ റഹ്മാൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്.
ആവശ്യമെങ്കിൽ ചൈനയുടെ സഹായം ഇക്കാര്യത്തിൽ തേടാമെന്നും റഹ്മാൻ പറയുന്നു. ബംഗ്ലാദേശ് റൈഫിൾസിന്റെ മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണ് ഫസലുർ റഹ്മാൻ. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥ പദവി കൂടി റഹ്മാൻ വഹിക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ബംഗ്ലാദേശ് പുനഃസ്ഥാപിച്ചിരുന്നു. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ ചരിത്രത്തോടുള്ള നിഷേധം കൂടിയാണ് പാകിസ്ഥാനുമായുള്ള ബന്ധമെന്നും അന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരും. അതേസമയം പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം. IMF നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക, പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക. യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ എക്സ്പ്രസ് വേയിൽ ഇറക്കി വ്യോമസേനയുടെ പരിശീലനം. ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലാണ് യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്. റഫാൽ, മിറാഷ്, ജാഗ്വർ എന്നീ വിമാനങ്ങളാണ് രാത്രിയിൽ ഇറക്കിയത്. വീണ്ടും സൈന്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവില്ല എന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. എവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് ചന്നിയുടെ പരാമർശം. കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ വിമർശനവുമായി BJP രംഗത്തെത്തി. देश में आकर कोई बम गिरे पता नहीं चलेगा. कहते जी पाकिस्तान में हमने सर्जिकल स्ट्राइक किए थे, कोई कुछ नहीं हुआ, कहीं नहीं दिखे सर्जिकल स्ट्राइक, किसी को नहीं पता चला. अरे मैं तो हमेशा मांगता रहा हूं भैया, लेकिन आज देश के लोगों की जरूरत है उनके जख्मों पे मल्लम लगाने की. हम डिमांड करते हैं कि भैया कुछ करो, बताओ देश को कौन है आदमी और उनको सजा दो. പാലക്കാട് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം നാളെ മുതലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള ആരംഭിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗ്രൗണ്ടിൽ നാളെ മുതൽ ആരംഭിക്കും. മേളയുടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് മേള ഉദ്ഘാടനം ചെയ്യുക. തൊഴിൽമേള, കുട്ടികൾക്കും കൗമാരക്കാർക്കും സൗജന്യ കൗൺസിലിംഗ്, പോലീസ് ഡോഗ് ഷോ, കുടുംബശ്രീയുടെ കൈമാറ്റ ചന്ത, ഫിഷ് സ്പാ, AI പ്രദർശനവും ക്ലാസും, സൗജന്യ കുതിരസവാരി, ഫുഡ് കോർട്ട് തുടങ്ങി നിരവധി വൈവിധ്യങ്ങളാണ് മേളയിൽ ഉണ്ടായിരിക്കുക എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് പ്രദർശനമേള. ആ പ്രദർശനമേളയിലാണ് ഞാൻ ഈ പറഞ്ഞത്, ജനങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, അതിന്റെ ഫലമായി ജനങ്ങൾക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ഇനി ജനങ്ങൾക്ക് അതെല്ലാം സ്കീമിൽ അവർക്ക് ഗുണം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച, അവർക്ക് പഠിക്കലും കൂടി ആയിരിക്കണം ഇതിന്റെ ഉദ്ദേശം. ഇപ്പൊ കൃഷിയിൽ തന്നെ കൃത്യത കൃഷി പറഞ്ഞു, പ്രിസിഷൻ ഫാമിംഗ് ആണ് അതിന്റെ ഉദ്ദേശം. ഇപ്പൊ സാധാരണ ഇന്ന് കിട്ടുന്നതിന്റെ 4 ഇരട്ടിയെങ്കിലും ഈൽഡ് വർദ്ധിപ്പിക്കും. അതൊന്നും നമ്മുടെ തമിഴ്നാട്, കർണാടക ഒക്കെ 2000 കോടി 2500 കോടി അതിൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. വെച്ചാൽ നമ്മുടെ കൃഷിക്കാർക്ക് അതിൽ താല്പര്യമില്ലാത്ത 60% സബ്സിഡി ഉണ്ടായിട്ട് പോലും ചെയ്യുന്നില്ല. ആധാർ കാർഡ് എടുക്കാനും തിരുത്താനും ഉൾപ്പെടെയുള്ള അക്ഷയ പ്രത്യേക സ്റ്റാൾ, സഹകരണ വകുപ്പിന്റെ പുഷ്പമേള, പൊതുജനങ്ങൾക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റ് തുടങ്ങിയവയും മേളയിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 മണി വരെയാണ് മേളയുടെ സമയക്രമം. പ്രവേശനം സൗജന്യമാണെന്നും പാർക്കിംഗ് ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മെയ് 10-നാണ് മേള സമാപിക്കുക. ജനം, പാലക്കാട്. തിക്കും തിരക്കും ഒഴിവാക്കാൻ കോൺഗ്രസിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം. വേദികളിൽ കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും പ്രസംഗിക്കുന്നവരുടെ പിന്നിൽ പോയി നിൽക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ജാഥകളിൽ ബാനറിന് മുന്നിൽ നടക്കുന്നത് കർശനമായി ഒഴിവാക്കണമെന്നും കീഴ്ഘടകങ്ങൾക്ക് അയച്ച് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്.
കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കൾക്കിടയിലുണ്ടായ ഉന്തും തള്ളും പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയെന്ന പശ്ചാത്തലത്തിലാണ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നത്. പൊതുപരിപാടികളിൽ ഭാരവാഹികൾ മാത്രം വേദികളിൽ, കസേരകളുടെ എണ്ണവും പരിമിതപ്പെടുത്തണം, സ്വാഗത പ്രസംഗം ചുരുക്കണം, പിന്നാലെ പ്രസംഗിക്കുന്നവർ നേതാക്കളുടെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത് സമയം കളയരുത്, നിശ്ചയിച്ചതിലും ഏറെ വൈകി പരിപാടി ആരംഭിക്കുന്ന രീതി ഒഴിവാക്കണം, ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത മറ്റാരും ഉദ്ഘാടന വേദികളിൽ കയറരുത്, ജാഥകളിൽ ബാനറുകളുടെ മുൻപിൽ നടക്കുന്ന രീതി ഒഴിവാക്കണം, നേതാക്കൾ ദൃശ്യമാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പുറകിൽ തിക്കിത്തിരക്കി നിൽക്കരുത്, പ്രസംഗപീഠത്തിന് പുറകിൽ മുഖം കാണിക്കാൻ നിൽക്കുന്നതും അവസാനിപ്പിക്കണം തുടങ്ങി സ്റ്റേജിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് സർക്കുലറിൽ. ജനം, തിരുവനന്തപുരം. ശബരിമലയുടെ വികസനത്തിനായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന റോപ്പ് വേ പദ്ധതിക്ക് വിലങ്ങുതടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി വൈകുന്നതിന് പിന്നിലെ കാരണം. കഴിഞ്ഞ 2 ബോർഡ് മീറ്റിംഗിലും വിഷയം അജണ്ടയായി എടുത്തില്ല. മുഖ്യമന്ത്രിക്ക് പദ്ധതിയോടുള്ള അതൃപ്തിക്ക് പിന്നിലെ കാരണമെന്തെന്ന് വ്യക്തമല്ല. ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും മാറ്റിയാണ് ശബരിമല റോപ്പ് പദ്ധതിയുമായി വീണ്ടും ദേവസ്വം ബോർഡ് മുൻപോട്ട് പോയത്. കഴിഞ്ഞ മണ്ഡലകാലം പൂർത്തിയായാൽ പദ്ധതിക്ക് തറക്കല്ലിടുമെന്നായിരുന്നു ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രഖ്യാപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി തന്നെ പദ്ധതിക്ക് തടസ്സമായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി നൽകാൻ വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ബോർഡ് യോഗങ്ങളിലും ഈ വിഷയം അജണ്ടയായി എടുത്തില്ല. ഈ അനുമതി ലഭിച്ചാൽ മാത്രമേ കേന്ദ്ര വന്യജീവി വകുപ്പിന്റെ അനുമതിക്കായി നീങ്ങാൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ദേവസ്വം ബോർഡിന് കടുത്ത അമർഷമുണ്ട്. പക്ഷേ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഇനിയും അനുമതി ലഭിക്കാൻ വൈകിയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. 2011 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ഇത് അനന്തമായി നീളുകയായിരുന്നു. അനുമതി ലഭിച്ചാൽ മഴക്കാലവും തീർത്ഥാടന കാലവും ഒഴികെയുള്ള 24 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ജനം, കൊച്ചി. CPI പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ നടത്തിയ വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് തിരുത്തി. എറണാകുളം ADM CPI തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2 വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലമാറ്റം നൽകിയതെന്നായിരുന്നു സർക്കാർ ഉത്തരവിൽ പറഞ്ഞത്. ഇത് ജനം TV വാർത്ത ആക്കിയതോടെയാണ് തിരുത്ത്. ഉത്തരവിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി NGO സംഘ് രംഗത്തെത്തിയിരുന്നു. എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ പേരിൽ ഇറങ്ങിയ ഈ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദത്തിന് കാരണമായത്. 2 വില്ലേജ് ഓഫീസർമാർക്ക് CPI തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരം സ്ഥലം മാറ്റം നൽകുന്നുവെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇത് വാർത്തയായതോടെ കടുത്ത പ്രതിഷേധവുമായി NGO സംഘ് രംഗത്തെത്തി. ഇതേ തുടർന്നാണ് വിവാദ ഉത്തരവ് ADM തന്നെ തിരുത്തിയത്. പുതിയ ഉത്തരവിൽ നിന്നും CPI പ്രാദേശിക നേതാവിന്റെ പേരൊഴിവാക്കി. എന്നാൽ ഈ പുതിയ ഉത്തരവ് പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സർക്കാരിന് വലിയ നാണക്കേടാണ് ഇതുണ്ടാക്കിയത്. ഭരണതലത്തിൽ പ്രാദേശിക മേഖലയിൽ പോലും ഇത്ര വലിയ രാഷ്ട്രീയ ഇടപെടൽ നമ്മുടെ സംവിധാനത്തിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. നിഷ്പക്ഷവും നീതിപൂർവവും നടത്തേണ്ട സ്ഥലം മാറ്റം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ NGO സംഘ് വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി. കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും വരുത്തിയത് ഗുരുതര വീഴ്ചകളെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച 5348 പദ്ധതികളിൽ നടപ്പാക്കാനായത് 45% മാത്രമാണ്. കേന്ദ്ര ആവിഷ്കൃത ഫണ്ടിലും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലും വിനിയോഗിക്കാനായത് അനുവദിച്ച തുകയുടെ 10% താഴെ മാത്രം. പദ്ധതി നടത്തിപ്പിലെ വീഴ്ച മൂലം കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ബഡ്ജറ്റ് നടപ്പാക്കലിലും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത്. 935 കോടി രൂപ വരവും 886 കോടി രൂപയുടെ ചിലവും പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ വരവും ചിലവും നേർപകുതിയായി കുറഞ്ഞതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 2019 മുതൽ ഓരോ വർഷവും DPC അംഗീകാരം ലഭിച്ച പദ്ധതികളിൽ നടപ്പാക്കാനായതും പകുതിയിൽ താഴെ പ്രോജക്റ്റുകൾ മാത്രം. 5398 പദ്ധതികൾക്കാണ് 2019 മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെ അനുമതി ലഭിച്ചത്. ഇതിൽ നടപ്പാക്കിയത് 2475 പദ്ധതികൾ മാത്രം. 316 കോടി രൂപ വിവിധ ഗ്രാന്റായി ലഭിച്ചപ്പോൾ ചിലവഴിച്ചത് 88 കോടി രൂപയും ആണ്.
ചിലവ് പരിധി 80% കൈവരിക്കാത്തതിനാൽ യഥാർത്ഥ ചിലവും അലോട്ട്മെന്റ് തുകയുടെ 80% തമ്മിലുള്ള വ്യത്യാസം ഷോർട്ട് ഫോളായി കണക്കാക്കും. ഈ ഇനത്തിലും 14,84,00,000 രൂപയാണ് നഷ്ടമാവുക. ഇതേ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ അലോട്ട്മെന്റിലും കുറവ് വരുത്തും. നികുതി പിരിക്കുന്നതിലെ വീഴ്ചയുടെ പേരിൽ വികസന ഫണ്ടിൽ 1% കുറവ് വരുത്തുമ്പോൾ കോർപ്പറേഷൻ നഷ്ടമാകുക 81 ലക്ഷം രൂപയാണ്. ധനകാര്യ കമ്മീഷനിൽ നിന്നും 2023-24 വർഷം 146 കോടി രൂപയുടെ ഗ്രാന്റ് കിട്ടിയപ്പോൾ ചിലവാക്കിയത് 13 കോടി രൂപ മാത്രം. അതായത് ലഭിച്ച തുകയിൽ 9.5% രൂപ പോലും വിനിയോഗിക്കാനായില്ല. കേന്ദ്രാവിഷ്കൃത ഫണ്ടായി ലഭിച്ച 10,81,00,000 രൂപയിൽ ചിലവഴിച്ചത് 5 ലക്ഷം രൂപ മാത്രം. റോഡ് നിർമ്മാണത്തിന് 19,12,00,000 രൂപ അനുവദിച്ചപ്പോൾ 5 കോടി രൂപയാണ് ഇതിൽ നിന്നും ചിലവാക്കിയത്. കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായി ലഭിച്ച തുക കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമാകുന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. ഇനിയും അത് ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നറിയിപ്പ് നൽകി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള പ്രസ്താവന. ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ആരുടെയും പേര് പറയാത്തത് കൊണ്ട് തന്നെ പല അഭ്യൂഹങ്ങളും പരക്കുകയാണ്. പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പ്രതികരണത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ 150ാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിനിടെയാണ് ലിസ്റ്റിന്റെ പരാമർശങ്ങൾ. മലയാള സിനിമയിലെ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നെന്നാണ് കരുതുന്നത്. മാജിക് ഫൈൻസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫനാണ്. ദിലീപിന്റെ 150ാമത് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ജനം, കൊച്ചി. കണ്ണൂർ അഞ്ചരക്കണ്ടിപ്പുഴയിലെ മണൽ വാരൽ ഹൈക്കോടതി തടഞ്ഞു. ലൈസൻസ് ഇല്ലാതെ മണൽ ഖനനം നടത്തരുതെന്ന് കരാറുകാരന് കോടതി ഇടക്കാല നിർദ്ദേശം നൽകി. അനിയന്ത്രിതമായ മണൽ വാരലിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉൾനാടൻ ജലഗതാഗത പദ്ധതിക്ക് ബോട്ടുചാൽ ഒരുക്കാനെന്ന പേരിലായിരുന്നു ചിറക്കുനിയിൽ നിന്നും മുഴപ്പിലങ്ങാട് നിന്നും വ്യാപകമായി മണലെടുത്തത്. പുഴയിൽ നിന്നുള്ള മണലെടുപ്പ് പ്രദേശത്തെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. പല വീടുകളിലെയും കിണറുകളിൽ ഉപ്പുവെള്ളം എത്തുകയും കുടിവെള്ളത്തിനായി മറ്റു വഴികൾ ആശ്രയിക്കേണ്ട അവസ്ഥയും ഇവർക്കുണ്ടായി. മാത്രമല്ല, കയ്യും കണക്കുമില്ലാത്ത മണലെടുപ്പ് കാരണം കരയിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇതിൽ പരസ്യ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തുകയും ചെയ്തു. ഒരു നാടൊന്നാകെ നേരിടുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ജനം TV തുടർച്ചയായി വാർത്തകൾ നൽകിയിരുന്നു. പിന്നാലെ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിലാണ് ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിട്ടത്. 1957 മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാതെ മണൽ ഖനനം നടത്തരുത് എന്ന് കരാറുകാരന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ താൽക്കാലികമായി എങ്കിലും പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ജനം, കണ്ണൂർ. ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി AM ബഷീറിന് സ്ഥലം മാറ്റം. നെയ്യാറ്റിൻകര അഡീഷണൽ ജഡ്ജിയായിരിക്കെ 4 പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ആലപ്പുഴ MCT കോടതിയിലേക്കാണ് സ്ഥലമാറ്റം. ഭീകരവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് നടന്നു. ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ വയനാട്ടിലെ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. മാറാടിലെയും കാശ്മീരിലെയും നരഹത്യ ചൂണ്ടിക്കാണിച്ചാണ് വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ജനജാഗ്രതാ സദസ്സ് നടന്നത്. 3 ഇടങ്ങളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനജാഗ്രതാ സദസ്സിൽ ശശികല ടീച്ചർ സംസാരിച്ചു. മതതീവ്രവാദികൾ മാറാടിൽ വീഴ്ത്തിയ കണ്ണീരിൽ നിന്നാണ് ഹിന്ദു ഐക്യവേദി ഉയർന്നു വന്നതെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. ആരെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല വരുന്നത്, പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ എന്നെ കാര്യം അയാളെ കൊല്ലണം, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ആരെ കൊല്ലണം എന്ന ലക്ഷ്യമില്ല, എത്ര പേരെ കൊല്ലണം എന്നുള്ള ലക്ഷ്യമില്ല. അവിടെ കൺമുന്നിൽ കണ്ടവരെ എല്ലാം ചന്നം പിന്നെ വെട്ടിയെടുക്കുക. 10-25 ആൾക്ക് വിട്ടുകൊടുക്കും.
കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിൽ നടന്ന പരിപാടിയിൽ ശശികല ടീച്ചർ സംസാരിച്ചു. കൽപ്പറ്റയിൽ നടന്ന പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി വയനാട് ജില്ലാ രക്ഷാധികാരി CP വിജയൻ അധ്യക്ഷനായി. ജനം, വയനാട്. പതിവ് തെറ്റിക്കാതെ പൂരത്തിനോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ. 6, 7 തീയതികളിൽ പൂങ്കുന്നം സ്റ്റേഷനിലാണ് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത്. എറണാകുളം, കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം, ഷൊർണൂർ, വേണാട്, തൂത്തുക്കുടി, പാലക്കാട്, പാലരുവി എന്നീ ട്രെയിനുകൾക്കാണ് ഇരുദിശകളിലും സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗം വെള്ളത്തിലായി. അത്യാധുനിക CT മെഷീൻ സ്ഥാപിച്ചിരുന്ന മുറി വരെ വെള്ളക്കെട്ടുണ്ടായി. കെട്ടിടത്തിലെ ചോർച്ച മൂലമാണ് വെള്ളക്കെട്ടുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആശുപത്രിയുടെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വെള്ളം കയറി. അത്യാധുനികമായി സ്ഥാപിച്ച പുതിയ CT സ്കാൻ മെഷീൻ വരെ വെള്ളത്തിലായി. കെട്ടിട നിർമ്മാണത്തിലുള്ള പാളിച്ചയാണ് ചോർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നും അതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം. മാസങ്ങൾക്ക് മുൻപാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പുതിയ CT മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഒരു മഴ പെയ്താൽ ഉണ്ടാകുന്ന ചോർച്ച കാരണം വിലപിടിപ്പുള്ള മെഷീനുകൾ തകരാറിലാകുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിലുള്ളത്. മഴയ്ക്ക് പിന്നാലെ ഉണ്ടാകുന്ന പ്രതിസന്ധി നേരിടാൻ ആശുപത്രി അധികൃതർ വൈകിപ്പിച്ചുവെന്നും ആക്ഷേപമുയരുന്നുണ്ട്. വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് നീക്കി. വൈദ്യുത ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജനം, തിരുവനന്തപുരം. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും വർദ്ധിക്കാൻ സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ RRT യോഗം ചേർന്നതിന് പിന്നാലെയാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനം കാരണം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ RRT യോഗം ചേർന്നതിന് പിന്നാലെയാണ് വിലയിരുത്തൽ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മെയ് 15-നകം മൈക്രോ പ്ലാൻ തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിനുകൾ എല്ലായിടത്തും ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊതുക് ജന്യരോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടറുകൾ പ്രകാരം ഫീൽഡ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പൊതുജനാരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു. മഴക്കാലം മുന്നിൽ കണ്ട് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ഇത്തരത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. മാഹി ബൈപ്പാസിലെ ടോൾ ബൂത്ത് ജീവനക്കാർക്ക് മർദ്ദനം. ടോൾ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മർദ്ദനം. 20-അംഗ സംഘം ആക്രമിച്ചെന്ന് ടോൾ ബൂത്ത് ജീവനക്കാരുടെ പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഒരു വാഹനം ടോളിലൂടെ കടന്നു പോയതിനൊപ്പം ഇതിന് പിന്നാലെ മറ്റൊരു വാഹനം ടോൾ നൽകാതെ കടന്നു പോകാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി. തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റമായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഇരുപതോളം പേരടങ്ങുന്ന സംഘം ടോൾ ബൂത്തിലേക്ക് എത്തുകയും ജീവനക്കാരെ മർദ്ദിക്കുകയുമായിരുന്നു. സംഭവത്തിൽ ടോൾ ബൂത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ജീവനക്കാരുടെ മൊബൈൽ അടിച്ചു തകർക്കുകയും ടോൾ ബൂത്തിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജനം, കണ്ണൂർ. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസി യുവാവ് ഗോകുലിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി. ഗോകുലിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അമ്മ ഓമന ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കെയാണ് നടപടി. മരണത്തിൽ പോലീസിനെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഗോകുലിന്റെ മരണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുന്നതിനാണ് CBI അന്വേഷണം ശുപാർശ ചെയ്തതെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ആഭ്യന്തര വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച ശുപാർശ ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചു വരികയാണെന്നും കത്തിലുണ്ട്. പ്രതി ചേർക്കാതെ ഗോകുലിനെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് സംബന്ധിച്ചും കസ്റ്റഡിയിൽ മരണം സംഭവിച്ചാൽ പാലിക്കേണ്ട പോസ്റ്റ്മോർട്ടം മാനദണ്ഡങ്ങൾ ഗോകുലിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് കുളത്തൂർ ജയസിംഗ് ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു.
പരാതിയിന്മേൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഗോകുലിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് കേസിൽ പ്രതിയാക്കാതെ പോലീസ് കസ്റ്റഡിയിൽ രാത്രി സൂക്ഷിക്കുകയാണ്. ഇത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള നടപടിക്രമമാണ്. ഷർട്ടിൽ തൂങ്ങി മരണം സംഭവിച്ചു എന്ന് പറയുന്നതിൽ തന്നെ നിരവധി സംശയങ്ങൾ പോലീസിനു നേരെ വിരൽ ചൂണ്ടുകയാണ്. മാർച്ച് 31-നാണ് ഗോകുലിനെയും പെൺസുഹൃത്തിനെയും കോഴിക്കോട് വനിതാ സെൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അന്ന് രാത്രി 11-ന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഏപ്രിൽ 1-ന് രാവിലെയാണ് സ്റ്റേഷനിലെ ശൗചാലയത്തിൽ ഗോകുലിനെ ധരിച്ചിരുന്ന ഷർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗോകുലിന്റെ വയസ്സടക്കം രേഖപ്പെടുത്തുന്നതിലും നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരുന്നു. ജനം, കോഴിക്കോട്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മെല്ലെപ്പോക്ക് തുടർന്ന അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ് ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന 1 മാസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ തുടക്കം മുതൽ പോലീസ് കാണിച്ച മെല്ലെപ്പോക്ക് 1 മാസം പിന്നിടുമ്പോഴും തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കൃത്യത പുലർത്താൻ പോലീസിനായില്ല. പ്രതിയെന്ന് സംശയിക്കുന്ന IB ഉദ്യോഗസ്ഥരുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മരണം നടന്ന് ഉടനെ തന്നെ ഒളിവിൽ പോയതാണ് സുഗാന്ത്. ഉദ്യോഗസ്ഥരുടെ മരണത്തിലെ ദുരൂഹതയും സുഗാന്തിന്റെ പങ്കും ഉദ്യോഗസ്ഥരുടെ കുടുംബം നേരത്തെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൃത്യസമയത്ത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല. ഇതാണ് സുഗാന്ത് ഒളിവിൽ പോകാൻ കാരണം. കഴിഞ്ഞ ദിവസം ഒളിവിൽ പോയ സുഗാന്തിന്റെ കുടുംബം പോലീസിന് കീഴടങ്ങിയിരുന്നു. എന്നാൽ സുഗാന്ത് എവിടെ എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല. ഇതിനിടെ സുഗാന്തിന്റെ ഇടപ്പാള വസതിയിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം പേട്ട പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്. ജനം, തിരുവനന്തപുരം. തൃശൂർ കൊടകരയിൽ MDMAയുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ഇരുവരുടെയും പക്കൽ നിന്നും 200 ഗ്രാം MDMA പിടിച്ചെടുത്തു. കുടിശ്ശിക വരുത്തിയ ഉടമകളുടെ കടമുറികൾ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചു തൃക്കാക്കര നഗരസഭ. നിയമപരമായി ഇടപെടേണ്ടതിന് പകരം നഗരസഭാ സെക്രട്ടറി വിവേചന നയം കാണിക്കുന്നതായാണ് പരാതി. 10ഓളം കടകൾ ഇത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായി വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു. വൻതോതിൽ വാടക കുടിശ്ശിക വരുത്തിയ കടമുറികളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്നാണ് തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ പരാതി ഉയരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കേണ്ട നഗരസഭ മറ്റു പല കാരണങ്ങളാൽ ഇവരെ സഹായിക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് ആരോപണം ഉയരുന്നു. 10ഓളം കടമുറികളിൽ വേറെയും കടമുറികൾ ചെറിയ തുകകൾ കൊടുത്തിട്ട് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കടമുറിക്കാരോ നടത്തുന്നവരോട് പലതരത്തിലുള്ള വിവേചനപരമായ നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പല കടമുറികളും ഇപ്പോൾ കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നുള്ള വിവേചനമായ ഒരു അധികാരം തൃക്കാക്കര നഗരസഭ സെക്രട്ടറി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ 8 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജനുവരിയിൽ വഴിയോര കച്ചവടക്കാരെ തൃക്കാക്കര നഗരസഭ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും വഴിയോര കച്ചവടം സജീവമായിരിക്കുകയാണ്. വലിയ തുക മുടക്കി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിലും ഫലം കാണാത്തത് നഗരസഭയുടെ ദുർവ്യയമായാണ് പ്രതിപക്ഷം കാണുന്നത്. ജനം, കൊച്ചി. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.